നടി കനകലത അന്തരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ചലച്ചിത്ര മേഖലയിലെ ഇന്നത്തെ രണ്ടാമത്തെ വിയോഗം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കനകലത ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖമാണ് കനകലത. കനകലതയുടെ വിയോഗ വാർത്തയാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ സംവിധായകൻ ഹരികുമാറിന്റെ വിയോഗ വാർത്ത കൂടി നമ്മൾ പങ്കുവച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മലയാള സിനിമാ മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് കനകലത കൂടി ഇപ്പോൾ വിടവാങ്ങിയെന്ന വാർത്ത വരുന്നത്. ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ 350-ലേറെ സിനിമകളിൽ അഭിനയിച്ച കനകലത കഴിഞ്ഞ ഏറെ നാളുകളായി സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. കാരണം ഈ പാർക്കിൻസൺ രോഗത്തെ തുടർന്ന് സ്വന്തം പേര് പോലും മറന്നുപോകുന്ന വലിയ ഒരു ദുരന്തപൂർണമായ ജീവിതത്തിലേക്കായിരുന്നു അവർ ഏറ്റവും ഒടുവിൽ കടന്നുപോയത്. അതിനുശേഷം ആണ് ഇപ്പോൾ ആ രോഗത്തിൽ ചികിത്സയിലായിരിക്കെയാണ് ഇപ്പോൾ അവരുടെ വിയോഗ വാർത്ത കൂടി വരുന്നത്. ശ്രദ്ധേയമായ നിരവധി സിനിമകൾ കനകലതയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 1990-കളിൽ സിനിമയിൽ കനകലത ഇല്ലാത്ത സിനിമകൾ തന്നെ വളരെ തുച്ഛമായിരുന്നു. ആ നിലയിൽ സജീവമായി മലയാള സിനിമയിൽ നിന്ന നടിയാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട മാനത്തെ കൊട്ടാരം, ശ്രീനാരായണ ഗുരു, അച്ഛന്റെ പൊന്നുമക്കൾ തുടങ്ങി അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, ചില്ല് തുടങ്ങി നിരവധി സിനിമകൾ, അതിൽ ഈ ചെറുതും വലുതുമായ സിനിമകളിൽ കനകലത വേഷമിട്ടിട്ടുണ്ട്. മാത്രമല്ല ഒരു തമാശ കഥാപാത്രങ്ങൾ, ഒരു സ്ത്രീ എന്ന നിലയിൽ ആ സമയത്ത് അക്കാലത്ത് തമാശ കൈകാര്യം ചെയ്യാൻ പറ്റിയ നടികൾ ഇല്ലാതിരുന്ന കാലത്താണ് കനകലത വളരെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ നമ്മളൊക്കെ ചിരിപ്പിച്ചത്. ഹാസ്യവേഷങ്ങളിലൊക്കെ വലിയ മികവ് പുലർത്തിയിരുന്ന നടിയാണ് കനകലത. അങ്ങനെ നിരവധി സിനിമകളുടെ ഭാഗമായെന്ന് മാത്രമല്ല, ഒരു കാലത്ത് കനകലതയുള്ള സിനിമകൾ ഒരു മിനിമം ഗ്യാരണ്ടി തമാശ ഒക്കെ ഉള്ള സിനിമകൾ എന്ന നിലയിലേക്കൊക്കെ മാറുകയും അത് ഒരു വിജയ ഫോർമുലയായൊക്കെ മാറുകയും ചെയ്ത കാലമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏറെക്കാലമായി സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാർക്കിൻസൺ എന്ന ഒരു അതിഗുരുതരമായ രോഗത്തെ തുടർന്ന് കനകലത ഏറെക്കാലം സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. മാത്രമല്ല അതിന് പിന്നാലെ തന്നെ ഈ സിനിമാ പ്രവർത്തകർ, ചലച്ചിത്ര മേഖലയിലെ തന്നെ നിരവധി പേർ ഈ വിശ്രമ ജീവിതത്തിലായിരിക്കുന്ന സമയത്തൊക്കെയും കനകലതയെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി സന്ദർശിക്കുകയൊക്കെ പതിവായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി കനകലതയുടെ വിയോഗം സംഭവിക്കുന്നത്. 63 വയസ്സായിരുന്നു. 1960-ലാണ് ജനിച്ചത്. മാത്രമല്ല ഉപ്പുകണ്ടം പ്രദേശ് തുടങ്ങി വിവിധ സിനിമകൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് എത്തിയത്. അതിനുശേഷം പ്രധാനപ്പെട്ട സിനിമകൾ കനകലതയുടേതായി കിരീടം, വർണ്ണപ്പകിട്ട്, കൗരവർ, ആദ്യത്തെ കൺമണി തുടങ്ങി, രാജാവിന്റെ മകൻ, ജാഗ്രത, അനിയത്തിപ്രാവ് തുടങ്ങിയ സിനിമകളിലൊക്കെ വേഷമിട്ടിരുന്നു. മാത്രമല്ല മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിച്ച ഹരികൃഷ്ണൻസിലൊക്കെ ശ്രദ്ധേയ വേഷം ചെയ്യാൻ കനകലതയ്ക്ക് കഴിഞ്ഞു. മാത്രമല്ല ഹാസ്യവേഷങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള വേഷങ്ങളിലേക്കും വളരെ സ്വാഭാവികമായി തന്നെ അഭിനയിക്കാനൊക്കെ കഴിഞ്ഞ നടിയാണ് കനകലത. മാത്രമല്ല ഈ സിനിമാ അഭിനയത്തിനൊപ്പം തന്നെ നിരവധി സീരിയലുകളിലുമൊപ്പം ടെലിഫിലിമുകളിലുമൊക്കെ കനകലത തന്റെ സാന്നിധ്യം നടത്തുകയും ചെയ്തു. അങ്ങനെ ഒരു നിറഞ്ഞു നിന്ന ഒരു സിനിമയിലും ടിവിയിലുമായി നിറഞ്ഞു നിന്ന ഒരു കരിയർ ആയിരുന്നു കനകലതയുടേത്. ആ കനകലതയുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഉന്മേഷ്, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നടി കനകലത അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കുറച്ചു നാളുകളായി ചലച്ചിത്ര ലോകത്ത് സജീവമായിരുന്നില്ല. പാർക്കിൻസൺ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നാടകത്തിലൂടെ സിനിമയിൽ എത്തി. സിനിമയിൽ ഉള്ളപ്പോൾ തന്നെ ടെലിഫിലിമിലും സജീവമായിരുന്നു. സീരിയലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു. ഒരു നടി കൂടി അങ്ങനെ ഓർമ്മയാവുകയാണ്. കനകലത അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്.